بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കാൻ ആ സമയത്ത് നബിയുടെ അരികിൽ വന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂൽ അല്ലാഹ്, അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ. അള്ളാഹുന്റെ റസൂലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായം ചോദിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും മക്ക ജീവിത കാലഘട്ടത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെയും നേർചിത്രമാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കഷ്ടപ്പെട്ട സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം നബിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബ്ബാബ്, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ ഒരു കുഴി കുഴിച്ച് അതിലേക്ക് ഇറക്കി വെച്ച് ഈർച്ചവാൾ കൊണ്ട് കീറി രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. പക്ഷെ അതൊന്നും അവരെ അവരുടെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളഞ്ഞിട്ടില്ല. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ മാംസവും എല്ലും വേർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരവരുടെ ദീനിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല. ഹദറമൗത്ത് മുതൽ സൻആ വരെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട് ഖബ്ബാബ്. വലാകിന്നകും തസ്തഅജിലൂൻ. പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് പരാതിയുമായി വന്ന, വേദന പറയാൻ വന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മുൻകാലത്ത് അവർ അനുഭവിച്ച പീഡനങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, മുൻഗാമികളുടെ ചരിത്രം അറിയുക എന്നത് തീർച്ചയായും നമുക്ക് വലിയ ഊർജവും ആശ്വാസവും സമാധാനവും നൽകുമെന്നതിനുള്ള വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നത് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞിട്ടാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മൾ ബദറും ബദരീങ്ങളും എന്ന വിഷയത്തിൽ കുറച്ചു നേരം ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബദറിന്റെ ഒരു ചരിത്രം വിശാലമായിട്ട് പറയാനുള്ള നേരവും സമയമൊന്നും നമുക്കില്ല. ബദറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു 10 പാഠങ്ങൾ ഓർത്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു ആ പാഠങ്ങൾ ശരിക്ക് അവതരിപ്പിക്കുവാനും ആ അവതരിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതിൽ ജീവിതത്തിൽ പകർത്തേണ്ടത് ശരിക്ക് പകർത്തുവാനും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നന്മയുടെ വഴിയിൽ ആത്മാർത്ഥമായി കൊണ്ട് മുന്നേറണമെന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ, നിഷ്കളങ്കമായ ഒരു നീയത്ത് നമുക്കുണ്ടോ, അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന പാഠം ബദർ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ സൈന്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് ആ സൈന്യത്തെ ഒന്ന് നബി പരിശോധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സമയത്ത് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ആ പേര് ചിലപ്പോൾ നമുക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ആ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഉമൈർ. ബദറിന്റെ സമയത്ത് ഉമൈറിന്റെ പ്രായം 16 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമൈർ റളിയല്ലാഹു അൻഹു നബിനെ കാണുമ്പോൾ ഇങ്ങനെ മാറി മാറി നടക്കാൻ, ഒളിച്ചു നടക്കാൻ. അപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉമൈർ, എന്തിനാണ് നബിയെ കാണുമ്പോൾ ഇങ്ങനെ മാറി നടക്കുന്നത്, ഒളിച്ചു നടക്കുന്നത്? അപ്പൊ അതിന് ഉമൈർ എന്ന കൗമാരക്കാരൻ നൽകുന്ന മറുപടി, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടാൽ ചെറുപ്പമാണ്, യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് ഉമൈറെ നീ തിരിച്ചു പോകണമെന്ന് പറയും. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയൂല. ബദറിൽ പങ്കെടുക്കണമെന്നത് എന്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. ഈ യുദ്ധത്തിൽ ഷഹീദാകണമെന്നാണ് ഞാൻ കൊതിക്കുന്നത്. അപ്പൊ നബി എന്നെ മടക്കി അയച്ചാലോ എന്ന് കരുതിയിട്ടാണ് നബിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മാറി നടക്കുന്നതെന്നാണ്.
അവസാനം ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എത്തുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞു, പ്രായമായിട്ടില്ല, സമയമായിട്ടില്ല, തിരിച്ചു പോകണം, അടുത്ത യുദ്ധത്തിലൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോകാൻ ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചിട്ട് കരയാണ്. ഒരു ചെറിയ കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു, വാശി പിടിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധം നടന്നു. യുദ്ധത്തിൽ 14 സഹാബിമാർ ഷഹീദുകളായി. ആ 14 പേരുടെ കൂട്ടത്തിൽ ഒരു കൗമാരക്കാരനുണ്ട്, 16 വയസ്സുകാരൻ. ആ 16കാരന്റെ പേര് ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു എന്നാണ്. നമുക്ക് ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നന്മയിൽ മുന്നേറുവാനുള്ള നിഷ്കളങ്കമായൊരു മനസ്സുണ്ടെങ്കിൽ, അള്ളാഹു ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മുടെ മനസ്സിന്റെ തേട്ടത്തിന് അള്ളാഹു നൽകുന്ന കൂലിയും അള്ളാഹു നൽകുന്ന വിലയും ചെറുതല്ല. ഒരു ഉദാഹരണം കൂടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല അല്ലാഹ ഷഹാദ, ആരെങ്കിലും അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചു, സാദിഖൻ, സത്യസന്ധമായി കൊണ്ടാണ് ആ മനുഷ്യൻ ചോദിച്ചത്, ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു ആ മനുഷ്യനെ ശുഹദാക്കളുടെ സ്ഥാനത്ത് എത്തിക്കും. വ ഇൻ മാത അലാ ഫിറാശിഹി, അവൻ അവന്റെ വിരിപ്പിൽ കിടന്നിട്ടാണ് മരിച്ചത് എങ്കിലും. ഒരാൾ അള്ളാഹുവിനോട് എന്നും ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവെ നീ എന്നെ ഷഹീദാക്കണമേ, രക്തസാക്ഷിയാക്കി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായിക്കൊണ്ടാണ് ആ മനുഷ്യൻ അത് തേടുന്നത്. അവസാനം അയാൾ മരിക്കുന്നതോ അയാളുടെ വീട്ടിൽ ബെഡിൽ കിടന്നിട്ടാണ്. എന്നാലും ആ മനുഷ്യൻ അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കും, ഷഹീദിനുള്ള സ്ഥാനങ്ങൾ നൽകുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ഒരു നിയ്യത്തിന് കിട്ടുന്ന കൂലിയാണ്. അപ്പൊ ബദരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, നന്മയിൽ മുന്നേറുവാനുള്ള ആത്മാർത്ഥമായ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ആ ലക്ഷ്യത്തിൽ എത്തിക്കും, അള്ളാഹു അതിന് നമ്മളെ സഹായിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ബദർ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ ഒരു പാഠം, നിങ്ങൾ സ്വർഗം കിനാവ് കാണുക എന്നാണ്. ശരിക്ക് സ്വർഗം മനസ്സിൽ കാണുകയും ആ സ്വർഗത്തിന് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത മനുഷ്യരുടെ പച്ചയായ ജീവിതമാണ് ബദർ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഒരുക്കി. മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും നേരിട്ട് കൺമുമ്പിൽ അവർ കണ്ടുകൊണ്ടിരിക്കാൻ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുന്നുണ്ട്, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി എഴുന്നേൽക്കുക, സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുക. ആ സ്വർഗം ആകാശഭൂമികളോളം വിശാലമാണ്. അപ്പൊ ഈ വാക്ക് കേട്ടിട്ട് ഉമൈർ ബിൻ ഹുമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, അള്ളാഹുന്റെ റസൂലെ, സ്വർഗം ആകാശഭൂമികളെക്കാളും വിശാലമാണോ? അതെ. ബഹിൻ ബഹിൻ, ആ ഒരു ആശ്ചര്യത്തിൽ സന്തോഷത്തിൽ അദ്ദേഹം അത് പറഞ്ഞു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത്? അപ്പൊ ഉമർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുന്റെ റസൂലെ, ഞാൻ ആ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെടുമെന്ന പ്രതീക്ഷയിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗത്തിന്റെ ആളുകളിൽ പെട്ടവനാണ്. അങ്ങനെ ഉമർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു കുറച്ച് കാരക്ക കഴിക്കാൻ തുടങ്ങാൻ. അപ്പൊ അതിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് പറയുന്നുണ്ട്, ആ കാരക്കകൾ വലിച്ചെറിഞ്ഞിട്ട്, ലൈൻ ഹയീതു ഇലാ അൻ ആകുല തംറാതി ഹാദിഹി, ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരക്കകൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ, ഇന്നഹാ ലഹയാത്തുൻ തവീല, അത് വളരെ നീളമുള്ളൊരു ജീവിതമായിരിക്കും. ശരിക്കും ഒരാൾക്ക് കുറച്ച് കാരക്കകൾ തിന്നാൻ എത്ര സമയം വേണ്ടത്? എത്ര സമയമാണ് കുറച്ച് കാരക്കകൾ തിന്നു തീർക്കാൻ? അപ്പൊ ആ സമയം പോലും ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ. സ്വർഗം അത്രക്കും ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ പതിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വർഗം എത്ര ആഴത്തിൽ പതിക്കുന്നുവോ അതനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഇടപെടലുകളിൽ, അയാളുടെ നന്മകളിൽ ഒക്കെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ശരിക്ക് സ്വർഗത്തെ പറ്റിയിട്ട് പറയുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യണം. ആ സ്വർഗത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങും. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. ഒരാളും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനസ്സിന്റെ
വെള്ള പേപ്പറിലും ഇതുവരെ ആരും വരച്ചിട്ടില്ലാത്തത് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ബദർ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ഒരു പാഠം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല, അദൃശ്യം അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അത് അറിയുകയുള്ളൂ. ശരിക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് മദീനയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുന്നത്? അബൂ സുഫിയാന്റെ ഒരു കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് പോയിട്ടുണ്ട്. ആ കച്ചവട സംഘം മക്കയിൽ തിരിച്ചെത്തിയാൽ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മദീനയിൽ കഴിയാൻ പറ്റൂല. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവൻ അവർ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കും. അവർ മുസ്ലിങ്ങളെ അവർക്കെതിരെ യുദ്ധം ചെയ്യും. അപ്പൊ അതൊരിക്കലും ഉണ്ടാകരുത്. മദീനയിൽ നിന്ന് നബി ബദറിലേക്ക് പുറപ്പെടുന്നത് ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന അബൂ സുഫിയാനെയും സംഘത്തെയും തടയാൻ വേണ്ടിയിട്ടാണ്. അതാണ് പിന്നീട് വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുന്നത്. അബൂ സുഫിയാൻ തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം വേറൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്ക് ഈ ബദർ അതൊരു വലിയ യുദ്ധത്തിൽ കലാശിക്കുമെന്നും അബൂ സുഫിയാനും സംഘവും മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. നബി തൊട്ടടുത്ത നിമിഷം എന്ത് നടക്കും എന്ന് അറിയില്ല എന്നതിനുള്ള ഉദാഹരണമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ, റുബയ്യ് ബിൻത്ത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ, അവരുടെ വിവാഹ സദസ്സിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അപ്പൊ അവിടെ ചെറിയ കുട്ടികളൊക്കെ പാട്ട് പാടുന്നുണ്ട്, ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ട്. ബദറിൽ ശുഹദാക്കളായ ആളുകളുടെ പോരിശയും അവരുടെ മഹത്വമൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട് പാടുന്നത്. അപ്പൊ ആ പാട്ട് പാടുന്നതിനിടയിൽ അവർ പാടിയൊരു വരി, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്, ആ നബിക്ക് നാളെ എന്താണ് നടക്കുക എന്ന് അറിയാം, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ വരി കേട്ടപ്പോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അതിനിപ്പോ എന്താ പ്രശ്നം, ഞാൻ നാളെ നടക്കുന്നൊക്കെ അറിയുമല്ലോ, ആ പാട്ടിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ നബി അത് അംഗീകരിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. അവര് ചെറിയ കുട്ടികളല്ല, അവര് പാടിക്കോട്ടെ, അത് തിരിച്ചൊന്നും വേണ്ട എന്നാണോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്? അല്ല. അള്ളാഹുന്റെ റസൂൽ അവിടെ ഇടപെട്ടു. ലാ തഖൂലി ഹാകദ, ഇപ്പൊ പറഞ്ഞ ആ വരി അത് പാടാൻ പാടില്ല. ഇതുവരെ പാടിയത് എന്താണോ അത് നിങ്ങൾ പാടിക്കൊള്ളുക. ഇപ്പൊ പാടിയ ആ വരി നിങ്ങൾ തിരുത്തണം, അത് ഇനി പാടരുത് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറിയ പെൺകുട്ടികളെ തിരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അത് അള്ളാഹു അറിയിച്ചു കൊടുക്കണം. അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ നബിക്ക് അത് അറിയാൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുടെ ഒക്കെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു അറിയുന്നതൊക്കെ റസൂൽ അറിയും, അള്ളാഹു അറിയുന്നതൊക്കെ ഔലിയാക്കളും അറിയും. എന്താ മാറ്റം? അത് അള്ളാഹു അറിയുന്നത് സ്വയം കഴിവുകൊണ്ടാണ്, മറ്റുള്ളവർ അറിയുന്നത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു കൊടുത്ത കഴിവ് എന്നുള്ള ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല. അള്ളാഹു അങ്ങനെ അള്ളാഹുവിന്റെ കഴിവ് ആർക്കും കൊടുത്തിട്ടും ഇല്ല. അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ഒരു പാഠം, അതാണ് നമ്മുടെ നാലാമത്തെ പാഠം. ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ആർക്ക് ദീനിന്റെ വെളിച്ചം നൽകണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാൻ. വല്ലാഹു അഅലമു ബിൽ മുഹ്തദീൻ. ആർക്കാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അള്ളാഹു ആണ്. അതിന് അർഹതയുള്ളവർക്ക് അള്ളാഹു ആ ഹിദായത്ത് കൊടുക്കും. ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പേരുകൾ എണ്ണി പറയാം. ആ പേരുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് അബൂ സുഫിയാൻ, രണ്ട് സുഹൈൽ ബിൻ അംർ, മൂന്ന് ഇക്രിമത്ത് ബിൻ അബി ജഹൽ. ഈ മൂന്ന് ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ഇവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാൻ, ഇക്രിമ റളിയല്ലാഹു അൻഹുവാൻ, സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹുവാൻ. ഇവർ മൂന്നാളും ആരാണ്? ഇസ്ലാമിനെ നേരിടാൻ, മുസ്ലിങ്ങളെ നേരിടാൻ കച്ചവടം ചെയ്ത് സമ്പത്ത് വാരിക്കൂട്ടാൻ ഷാമിലേക്ക് പോയ കച്ചവട സംഘത്തിന്റെ നേതാവായിരുന്നു അബൂ സുഫിയാൻ. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പട നയിച്ച ഖുറൈശികളുടെ തലവനായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ മാറിയില്ലേ? സുഹൈൽ ബിൻ അംർ ആരാണ്? ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ആളാണ് സുഹൈൽ ബിൻ അംർ.
ഹുദൈബിയയുടെ ചരിത്രം, സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിച്ച വിവരം അറിയാത്ത ഒരാള് ഹുദൈബിയയുടെ ചരിത്രം വായിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിനിടയിൽ, ആ വായനക്കിടയിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുക സുഹൈൽ ഇബ്നു അംറിനോടാണ്. ഹുദൈബിയയുടെ ഒക്കെ ചരിത്രം നമ്മൾ വേറെ തന്നെ വായിക്കേണ്ടതാണ്. വലിയൊരു നബി ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളിൽ ഒന്നാണ് ഹുദൈബിയ എന്നുള്ളത്. അത് വേറെ തന്നെ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് വായിക്കണം. നമ്മുടെ ഈമാൻ ജ്വലിക്കും. ആ സമയത്ത് നബിയെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയും ചെയ്ത മനുഷ്യനാണ് സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംർ മാറി. ഇന്ന് സുഹൈൽ ഇബ്നു അംറിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയാണ് റളിയല്ലാഹു അൻഹു. ആരാണ്? ഇക്രിമ ഇബ്നു അബി ജഹൽ. ബദറിൽ ഇക്രിമ ശത്രുക്കളുടെ കൂടെയാണ്. മക്ക വിജയത്തിന്റെ സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു 10 ആൾക്കാരെ പേര് സഹാബിമാർക്ക് എണ്ണി കൊടുത്തിട്ടുണ്ട്. ഒരു 10 ആളുകളുടെ ലിസ്റ്റ്. ആ 10 ആളുകളെ എവിടെ കണ്ടാലും കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് നബിന്റെ ഓർഡർ. അത്ര അധികം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉപദ്രവിച്ചവരാണ് ആ 10 ആളുകൾ. ആ 10 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇക്രിമ ഇബ്നു അബി ജഹൽ. ആ ഇക്രിമ പിന്നീട് ആരായി? ആ ഇക്രിമയുടെ പേര് കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബദറൊക്കെ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒന്ന്, ഹിദായത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരാളുടെ മനസ്സ് മാറാം, അള്ളാഹു മാറ്റാം. മുക്തദീൻ. ആർക്ക് ഹിദായത്ത് കൊടുക്കണമെന്ന് അള്ളാഹുവിന് ഏറ്റവും നന്നായിട്ട് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പതിറ്റാണ്ടുകളോളം സംരക്ഷിച്ച അബൂ ത്വാലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അത് നബിക്ക് കൊടുക്കാൻ കഴിയുന്നതല്ല, വേറെ ആർക്കും കൊടുക്കാൻ കഴിയുന്നതല്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല, അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ബദർ നമുക്ക് പറഞ്ഞു തരുന്ന അഞ്ചാമത്തൊരു ശ്രേഷ്ഠത ബദറിൽ പങ്കെടുത്ത മനുഷ്യരുടെ ശ്രേഷ്ഠതയാണ്, ബദരീങ്ങളുടെ ശ്രേഷ്ഠതയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാ തഉദ്ദൂന മൻ ശഹിദ ബദറൻ ഫീക്കും. സഹാബിമാരുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാറുന, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരാണവർ. മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദറിൽ പങ്കെടുത്ത ആളുകൾ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, കദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, അതുപോലെ തന്നെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകളും. ഹും ഇൻദനാ ഖിയാറുൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ. ഒരു ചെറിയ ചരിത്രം കൂടി പറയാം ബദറുമായി ബന്ധപ്പെട്ടിട്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബദരീങ്ങളുടെ ഒരു ശ്രേഷ്ഠത ബോധ്യപ്പെടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിലേക്കുള്ള സൈന്യത്തെ ഒരുക്കുന്നതും ആ സൈനിക നീക്കങ്ങൾ നടത്തുന്നതും ഒക്കെ വളരെ രഹസ്യമായിട്ടാണ്. മക്കക്കാർക്ക് ഒരു ചെറിയ സൂചന പോലും നൽകാതെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള പ്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കുന്നത്. അപ്പൊ ഇത് സഹാബിമാർക്ക് മാത്രമേ ഈ വിവരം അറിയുള്ളൂ. നബി ഇങ്ങനെ ഒരു പ്ലാന് കാണുന്നുണ്ട്, മക്കയിലേക്ക് ഒരു സൈനിക നീക്കം നടത്തുന്നുണ്ട്, മക്ക വിജയത്തിലേക്കുള്ള യാത്ര. അപ്പോ സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളായ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു കത്ത് എഴുതുകയാണ് മക്കക്കാർക്ക്. ആ കത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരമാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ രഹസ്യമായ സൈനിക നീക്കമാണ് ആ കത്തിലൂടെ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹുവിന് ചോർത്തി കൊടുക്കുന്നത്. അദ്ദേഹം ആ കത്ത് ഒരു പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ കത്ത് മക്കക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും പറഞ്ഞു. 7 ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നു. അള്ളാഹു പറഞ്ഞു, നബിയെ, ഹാത്തിബിന്റെ കത്ത് മക്കയിലേക്ക് ഒരു പെണ്ണ് കൊണ്ടുപോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും അബൂ മർസദ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. ഇവർ 3 ആളും കുതിരപ്പടയാളികളാണ്. ഇവരോട് പറഞ്ഞു, റൗളത്തു ഹാ എന്ന സ്ഥലത്ത്, അത് മദീനയിൽ നിന്ന് 12 മൈലുകൾ അപ്പുറത്താണ് റൗളത്തു ഹാ. അവിടെ ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് നിങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ 3 ആൾ പുറപ്പെട്ടു. റൗളത്തു ഹാ എന്ന സ്ഥലത്തെത്തി. ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണിനെ അവര് കണ്ടു. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കത്ത് തരാൻ പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്റെ അടുത്ത് കത്തൊന്നുമില്ല, എന്റെ കയ്യിൽ കത്തൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു ഉറപ്പാണ് കത്തുണ്ടാവുന്നത്, കാരണം നബി വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ച വിവരാണ്. അവസാനം ഒരു നിവർത്തില്ല, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഒന്നുകിൽ നീ കത്ത് തിരിച്ചു തരിക, അതല്ല എങ്കിൽ നിന്റെ വസ്ത്രം വരെ അഴിച്ചു മാറ്റിയിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അവസാനം വേറെ മാർഗമൊന്നുമില്ലാതെ ആ പെണ്ണ് മുടിക്കെട്ടിൽ നിന്ന് ആ കത്തെടുത്തു കൊടുത്തു. അത് ഹാത്തിബിന്റെ കത്താണ്. സഹാബിമാർ ആ കത്തുമായിട്ട് മദീനയിലേക്ക് മടങ്ങി. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കത്ത് വായിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. കാരണം നബി വളരെ രഹസ്യമായിട്ട് മുന്നോട്ട് നീക്കാൻ ശ്രമിച്ച രഹസ്യ വിവരങ്ങളാണ് ഹാത്തിബ് ചോർത്തി കൊടുത്തിട്ടുള്ളത്. അള്ളാഹുന്റെ റസൂൽ ചോദിച്ചു, മാഹാദാ യാ ഹാത്തിബ്, ഹാത്തിബ് ഇത് എന്താണ്? കാരണം ഹാത്തിബ് റളിയല്ലാഹു അൻഹു വഞ്ചിച്ചത് ഇസ്ലാമിക രാഷ്ട്രത്തെയാണ്, അള്ളാഹുന്റെ റസൂലിനെയാണ്, അള്ളാഹുനെയാണ്, മുഅ്മിനീങ്ങളെയാണ്. അപ്പൊ ഹാത്തിബ് പറയുന്നുണ്ട്, നബിയെ, എനിക്ക് കുഫറിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുനെയും അള്ളാഹുന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കുടുംബക്കാരും എന്റെ സ്വത്തൊക്കെ മക്കയിലാണുള്ളത്. അത് സംരക്ഷിക്കണമെന്ന് കരുതിയിട്ട് അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമർക്ക് വളരെ വൈകാരികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുന്റെ റസൂലെ, ഓനെ എനിക്ക് വിട്ടുതരി, ഞാൻ അവന്റെ കഴുത്ത് വെട്ടാം. അദ്രിബു ഉനുക ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ വെട്ടാന്ന് പറഞ്ഞിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടിക്കേറി മുന്നോട്ട് വരുന്നത്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? വമാ യുദ്രീക്, ഉമർ, നിനക്കെന്തറിയാം? ഇന്നഹു ഖദ് ഷഹിദ ബദറ, ഹാത്തിബ് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ലഅല്ലല്ലാഹ ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദറിൻ, അള്ളാഹു ബദറിന്റെ ശുഹദാക്കളുടെ, ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, യഅമലു മാ ശിഅ്തും ഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളും, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഖദ് ഗഫറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നിന്നിരിക്കുന്നു എന്ന് ബദറിൽ പങ്കെടുത്ത മനുഷ്യന്മാരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉമർ, നിനക്ക് എന്തറിയാം എന്ന് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തുന്ന അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ബദറിൽ പങ്കെടുത്തൊരു മനുഷ്യനുള്ള ശ്രേഷ്ഠതയാണ്, ബദറിൽ പങ്കെടുത്ത ഒരാൾക്കുള്ള മഹത്വമാണ്. ആ മഹത്വം നമ്മൾ വകവെച്ചു കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിര് കവിയാൻ പാടില്ല. ബദരീങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ റസൂലാണ്, പിന്നെ സഹാബിമാരാണ്. അതാണ് നമ്മുടെ അടുത്തൊരു പോയിന്റ്, ആറാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ബദരീങ്ങൾക്ക് അർഹതയുള്ള സ്ഥാനം കൊടുക്കുക, അതിര് കവിയാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റമദാൻ 17 ആയാൽ ബദരീങ്ങളുടെ ആണ്ട് നടക്കുകയാണ്. ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ട്, വീട് ബദരീങ്ങളെ ബരമേൽപ്പിക്കുന്നവരുണ്ട്. ബദരീങ്ങൾ എന്തിനാണ് ബദറിൽ പോരാടിയത്? തൗഹീദിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. എന്നിട്ട് ആ മനുഷ്യന്മാരുടെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ആ സഹാബിമാരുടെ പേരിൽ ബരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അത് അവരോട് ചെയ്യുന്ന എത്ര വലിയ അക്രമമാണ്, അത് എന്തൊരു വിരോധാഭാസമാണ്. ഹിജറ 2 ബദർ യുദ്ധം നടക്കുന്നത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് ഹിജറ 11. ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്ര റമദാൻ 17 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട് കഴിച്ചിട്ടുണ്ടോ? അല്ലെ, ഹിജറ 40 വരെ ഖുലഫാഉർ റാഷിദീങ്ങളാണ് മദീന ഭരിച്ചത്, ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചത്. അതിനിടയിൽ ബദർ യുദ്ധം അതിനിടയിൽ ഒരു ബദരീങ്ങളുടെ ആണ്ട് നടന്നിട്ടില്ല. ഹിജറ 100 അവസാനത്തെ സ്വഹാബി മരിക്കുന്നത്. അതിനിടയിൽ എത്ര റമദാൻ 17 കഴിഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും ഒരു വർഷം ബദരീങ്ങൾ ആണ്ട് നടന്നിട്ടുണ്ടോ? ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ്, ഒരു ആചാരം മദീനയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അത് ബിദ്അത്താണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാചകം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുക. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി, ബിദ്അത്ത് ഉണ്ടാക്കി, യറാഹ ഹസനതൻ, എന്നിട്ട് അത് വലിയ നന്മയായിട്ട് അവൻ കാണുന്നു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ വാദിക്കുന്നത് എന്താണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അള്ളാഹു നമുക്ക് അറിയിച്ചു തരാൻ പറഞ്ഞൊരു കാര്യം നബി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്നാണ് അവൻ വാദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ബിദ്അത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ബദറും ബദരീങ്ങളും നമ്മളോട് പറയുന്ന 7ാമത്തെ ഒരു പാഠം, സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്നത് ആളുകളുടെ എണ്ണവും വണ്ണവും നോക്കിയിട്ടല്ല. കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കുറെ ആളുകൾ അപ്പുറത്താണല്ലോ, അപ്പൊ അതല്ലേ ശരി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ശരി എപ്പോഴും
പ്രമാണങ്ങളുടെ കൂടെയാണ്. അള്ളാഹു പറഞ്ഞത് എന്താണോ, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതാണോ, അതാണ് ശരി. അതല്ലാതെ കുറെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കിയിട്ടല്ല ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം തുടങ്ങിയ സമയത്ത് നബി ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷവും തെറ്റിലാണ്. ബദർ യുദ്ധം നമ്മൾ പരിശോധിക്കുക. ബദറിന്റെ സൈന്യം 310, 314 ആളുകളാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അപ്പുറത്ത് 1000-ലധികം വരുന്ന ആളുകൾ ശത്രു സൈന്യത്തിലുണ്ട്. അപ്പോ സത്യവും അസത്യവും വേർതിരിയുന്നത് എണ്ണവും വണ്ണവും നോക്കിയിട്ടല്ല. അസ്ഹാബുൽ കഹ്ഫ് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാരാണുള്ളത്. ആ നാട്ടുകാർ മുഴുവൻ തെറ്റിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ദഅവത്ത് നടത്തുന്ന സമയത്ത് ഇബ്രാഹിം നബിന്റെ കൂടെ ആരാളുള്ളത്? നാളെ ആഖിറത്തിൽ വരുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവരുടെ നബിമാരുടെ കൂടെ ആയിരിക്കും. അതിൽ ചില നബിമാരുണ്ടാകും അവരുടെ കൂടെ രണ്ടാൾക്കാരുണ്ടാവുള്ളൂ. ചില നബിമാരുണ്ടാകും ലൈസ മഅഹു അഹദുൻ, ആ നബിന്റെ കൂടെ ഒരാൾ പോലും ഉണ്ടാവില്ല. എന്നാണ് വർഷങ്ങളോളം ദഅവത്ത് നടത്തിയിട്ട് അള്ളാഹുലേക്ക് ക്ഷണിച്ചിട്ട് ഒരാളെ പോലും കിട്ടാത്ത നബിമാരുണ്ടാകും. നൂഹ് നബിന്റെ കപ്പലിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നത്? അപ്പൊ സത്യവും അസത്യവും വേർതിരിയുന്നത് കുറെ ആളുകൾ അവിടെയാണല്ലോ, കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കിയിട്ടല്ല. അള്ളാഹു പറഞ്ഞതും അള്ളാഹുന്റെ റസൂല് പറഞ്ഞതും ആരാണോ അനുസരിക്കുന്നത്, ആരാണോ പിൻപറ്റുന്നത്, അവരുടെ കൂടെയാണ് സത്യം ഉണ്ടാവുക. അള്ളാഹു സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ബദർ നൽകുന്ന 8ാമത്തെ പാഠം പ്രാർത്ഥന എന്ന ആയുധത്തിന്റെ മൂർച്ചയാണ്. ബദറിന്റെ തലേ ദിവസം രാത്രി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ നിന്ന് തട്ടം താഴെ വീണു. സഹാബിമാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലൂടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹുന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലാ തുഅബദ് ഫിൽ അർദി അബദ. വളരെ വൈകാരികമായ ഒരു രംഗമാണ്. ചരിത്രത്തിലെ നമ്മുടെ കണ്ണീർ നനവോട് കൂടി അല്ലാതെ നമുക്ക് വായിക്കാൻ കഴിയാത്തൊരു രംഗമാണ് ബദറിന്റെ തലേ ദിവസം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. ഇത് തസ്തഈസുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. സൂറത്തു അൻഫാലിലെ 9ാമത്തെ ആയത്താണത്. ആകാശത്തു നിന്ന് അള്ളാഹു മലക്കുകളെ ഇറക്കി. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും അള്ളാഹു സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, സഹാബിമാരുടെ പ്രാർത്ഥന. രാവേറെ വൈകിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. അള്ളാഹുവെ, നീ എനിക്ക് നൽകിയ വാഗ്ദാനം നീ സത്യപ്പെടുത്തണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സ് തുറന്നുകൊണ്ട്, ഉള്ളു തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഉദുഊനി അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നത് അള്ളാഹു നമുക്ക് നൽകിയ വാക്കുമാണ്. അപ്പൊ ആ ആയുധത്തിന്റെ മൂർച്ച നമ്മൾ ജീവിതത്തിൽ ശരിക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ 9ാമത്തെ പാഠം, ചില കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്. കരാർ പാലനത്തിന്റെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം ബദറിൽ നടക്കുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഉപ്പ ഹുസൈലും അവർ രണ്ടുപേരും മദീനയിലേക്ക് പോരുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പൊ വഴി മധ്യേ ശത്രുക്കൾ ഇവരെ പിടിച്ചു. ബദറിലേക്ക് പോകുന്ന മുശ്രിക്കുകൾ, മക്കക്കാർ, അവര് വഴിയിൽ വെച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. ഹുദൈഫയെയും ഉപ്പയെയും തടഞ്ഞു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കല്ലേ പോകുന്നത്? ഇന്നക്കും തുരീദൂന മുഹമ്മദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചിട്ടല്ല നിങ്ങൾ പോകുന്നത്. മദീനയിൽ എത്തിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാനല്ലേ? അപ്പൊ അവര് പറഞ്ഞു, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഉദ്ദേശിക്കുന്നത്, മാ നുരീദു ഇല്ലൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ, നിങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. അവിടെ വെച്ച് മക്കക്കാര് അവരോട് വാക്ക് വാങ്ങാൻ, നിങ്ങൾ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്നിട്ട്, മുഹമ്മദിന്റെ കൂടെ ചേർന്നിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അത് അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മദീനയിലേക്ക് അയക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആ വാക്ക് കൊടുത്തിട്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവും ഉപ്പ ഹുസൈലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ നബിയെ ചെന്ന് കണ്ടു, വിവരം പറഞ്ഞു, അള്ളാഹുന്റെ റസൂലെ, ഇങ്ങനെ മക്കക്കാര് കരാർ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണെന്ന് നമ്മൾ നോക്കുക. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻസരിഫ, നിങ്ങൾ രണ്ടുപേരും മദീനയിലേക്ക് തിരിച്ചു പോവുക. നഫീലഹും ബിഅഹ്ദിഹിം, അവർക്ക്
നമ്മൾ കൊടുത്ത വാക്കില്ലേ അത് നമ്മൾ പാലിക്കുക. വനസ്തഈനുല്ലാഹ അലൈഹിം, അവർക്കെതിരെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുബ്ഹാനല്ലാഹ്. കരാർ പാലനത്തിന്റെ മനോഹരമായ ഉദാഹരണം. കാരണം ഏത് സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പാലിക്കുന്നത് നമ്മൾ ആലോചിക്കുക. ബദർ എന്ന് പറഞ്ഞാൽ ഒരാളെ കൂടെ കിട്ടിയാൽ അത്രക്കും ആശ്വാസമാണ്. എവിടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ളത് 314 ആൾക്കാരാണ്. അപ്പുറത്ത് 1000-ലധികം വരുന്ന സൈന്യമാണ്. ആ സൈന്യത്തെ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ കൂടെ ചേരാൻ വന്ന രണ്ടാളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയക്കാൻ, നിങ്ങൾ മദീനയ്ക്ക് പോയിക്കോളി, അവരോട് കൊടുത്ത വാക്ക് പാലിക്കണം, അവർക്ക് കൊടുത്ത കരാർ നിങ്ങൾ ലംഘിക്കരുത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് കരാറ് പാലനത്തിന് ഇസ്ലാം കൊടുക്കുന്ന വില. അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖ. അല്ലെ, ആരെങ്കിലും 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓന് മുനാഫിക്കാന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിഫാഖിന്റെ ഒരു അടയാളം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയൊരു കാര്യം, ഇദാ ആഹദ ഗദറ, കരാർ ചെയ്താൽ അവനത് ലംഘിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബദർ നൽകുന്ന 10ാമത്തെ പാഠം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ബദറിന്റെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാഠം അതാണ്. അത് തൗഹീദാണ്. ബദർ ഉണ്ടായത് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല ബദർ. 2 രാജാക്കന്മാർക്ക് അവരുടെ രാജ്യാതിർത്തി വിശാലമാക്കാൻ, വികസിപ്പിക്കുവാൻ വേണ്ടി തമ്മിൽ യുദ്ധമായിരുന്നില്ല ബദർ. ബദറിന്റെ അടിസ്ഥാന കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വന്നത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ്. ബദർ ഉണ്ടായത് തൗഹീദിന്റെ പേരിലാണ്. ഹിജ്റ ഉണ്ടായത് തൗഹീദിന്റെ പേരിലാണ്. ഉഹദ് ഉണ്ടായത് തൗഹീദിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് വിയോജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം തൗഹീദാണ്. ആ തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ്. തൗഹീദ് ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ഉപ്പ ആസറിനെ കണ്ടുമുട്ടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആസർ ആഖിറത്തിലെത്തി എല്ലാം ബോധ്യപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും. എന്നിട്ട് ആസർ പറയാണ്, ആസറിനോട് സംസാരിക്കുകയാണ്, അലം അഖുൽ ലക ലാ തഅസിനി, ഉപ്പ എന്നെ ധിക്കരിക്കരുത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ആസർ പറയും, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കുകയില്ല, ഇന്ന് നീ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ വേദനിപ്പിക്കുകയില്ല, എന്നെ നിരാശപ്പെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ? എന്റെ വാപ്പ നരകത്ത് പോകുന്നേക്കാളും വലിയ നിരാശ എന്താണ്, സങ്കടം എന്താണ്? അപ്പൊ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുക്കുന്ന മറുപടി, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇബ്രാഹിം, കാഫിറുകളായ ആളുകൾക്ക് ഞാൻ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാൽച്ചുവട്ടിൽ നിന്നാണ് ആസറിനെ പിടിച്ചിട്ട് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുപോലെ അള്ളാഹു സ്നേഹിച്ച വേറൊരാളില്ല. അള്ളാഹുവിന് 2 ഖലീലുമാരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബിയും. ആ ഇബ്രാഹിം നബിയുടെ വാപ്പയാണ് നരകത്ത് പോകുന്നത്. കാരണം എന്താണ്? തൗഹീദ് ഇല്ല എന്നുള്ളതാണ് വിഷയം. അപ്പൊ തൗഹീദാണ് അടിസ്ഥാനം, അതാണ് അടിത്തറ, അതാണ് ഈ ദീനിന്റെ ആണിക്കല്ല്. ആ തൗഹീദ് ഉള്ളവരാവുക, ആ തൗഹീദിന്റെ പ്രചാരകരാവുക എന്ന സന്ദേശമാണ് ബദർ 1ാമതായിട്ടും 2ാമതായിട്ടും 3ാമതായിട്ടും നമ്മളോട് പറയുന്നത്. അള്ളാഹു തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. വരുന്ന റമളാനിനെ ഏറ്റവും മനോഹരമായി ഭംഗിയാക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.